ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടുള്ളത് ചിലരുടെയൊക്കെ കൈ ഈ തണുപ്പ് കാലമായാൽ ഇതുപോലെ എന്താ പറയുക, തൊലി ഇങ്ങനെ പൊളിഞ്ഞു വരില്ലേ, പൊള്ളച്ചിങ്ങാണ്ട് ഇതുപോലെ തൊലി ഇങ്ങനെ പറഞ്ഞിങ്ങനെ പോരും. പ്രത്യേകിച്ച് ഡിസംബർ സമയത്തൊക്കെ തണുപ്പ് കൂടുമ്പോൾ ഡ്രൈ സ്കിന്നുള്ളവർക്കാണ് ഈ ഒരു സംഭവം കണ്ടുവരുന്നത്. പ്രത്യേകിച്ച് തണുപ്പും കൂടി ആകുമ്പോൾ ഒന്നുകൂടി ഡ്രൈ സ്കിന്നാകുമ്പോഴാണ് ഇത് നമുക്ക് ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസ് ക്രീമൊന്നുമല്ല, ഒരു വെളിച്ചെണ്ണ, വെളിച്ചെണ്ണയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്തായാലും നല്ല മാറ്റം കാണും. അത് ഞാൻ തന്നെ ഗ്യാരണ്ടി തരാണ്. കാരണം എൻ്റെ കൈയൊക്കെ അങ്ങനെ ആയിരുന്നു കേട്ടോ. ഞാൻ ഇപ്പോൾ ഒരു 8, 9 ആ ഒരു ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് നന്നായിട്ട് ഇങ്ങനെ തൊലി പൊളിഞ്ഞൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് നല്ലൊരു ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ കൈയിലും ആവുക, നമ്മളെന്തെങ്കിലും മഞ്ഞ കളറിലെ കറിയൊക്കെ ഒന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് ആ കറിയൊക്കെ അതിനുള്ളിൽ പറ്റിപ്പിടിക്കുക, അങ്ങനെ പല ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് ഇതന്ന് ആരോ പറഞ്ഞു തന്നതാണ്. അപ്പോൾ അന്നിങ്ങനെ വിചാരിച്ചു ഇതിൽ അപ്ലോഡ് ചെയ്യുക, ഉപകാരപ്പെടുന്നവർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന്. ഇതിങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞത് നന്നായിട്ട് മാറിക്കിട്ടും. ഇത് ഓരോ വർഷവും കണ്ടിന്യൂ ആയി നമുക്ക് ആ തണുപ്പ് സമയമാകുമ്പോഴാണ് ഇത് ഉണ്ടാവുക. ആ സമയമാകുമ്പോൾ പിറ്റത്തെ വർഷം ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ അപ്ലൈ ചെയ്യണം. ഒരു 2-3 വർഷം ഇങ്ങനെ അപ്ലൈ ചെയ്താൽ പിന്നെ ഇത് കുറഞ്ഞ് വരൽ തുടങ്ങും. പിന്നെ പറ്റില്ലാതെ ആവും. പിന്നെ നമ്മളിത് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും ഒന്ന് തേച്ച് കൊടുക്കണം. പിന്നെ അത് ഉണ്ടാവുകയില്ല. പിന്നെ അത് നമ്മൾ വിട്ട് തന്നെ പോകും. നമ്മുടെ ഈ ഡ്രൈ സ്കിന്നൊന്ന് മാറി കിട്ടും. അപ്പോൾ എനിക്ക് ഈ ഒരു സമയത്തൊന്നും ഇപ്പോൾ അതില്ല കേട്ടോ. അപ്പോൾ എൻ്റെ പറ്റ മാറിയിട്ടുണ്ട്. അപ്പോൾ തേക്കാലൊന്നുമില്ല. അന്നങ്ങനെ കണ്ടിന്യൂ 2-3 വർഷം അങ്ങനെ ചെയ്തിരുന്നു. ഈ സമയം ഈ തണുപ്പ് കാലം വരുമ്പോൾ മാത്രം. അപ്പോൾ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എന്താ സംഭവം എന്ന്. സിമ്പിളായിട്ട് നമ്മൾ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് അത്യാവശ്യം വേണം. ഞാൻ അവിടെ കുറച്ചേ കാണിക്കണുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ചേ ഉണ്ടാക്കണുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അധികം വേണ്ടവർക്ക് അധികം തേങ്ങ എടുക്കാം കേട്ടോ. അതിന് ശേഷം ഒരു നല്ല ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുക്കുക, വെള്ളമില്ലാത്ത ബൗൾ എടുക്കുക. അതിന് മുകളിൽ ഒരു നല്ല തുണി വെച്ചിട്ട് നമ്മൾ ഈ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് വേണ്ടത് തേങ്ങയുടെ ഈ പാലാണ് കേട്ടോ. ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കരുത്. ഇനി ഇത് ഈ തുണിയിൽ പൊതിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. നമുക്ക് ഇതിന് കിട്ടുന്ന പാലാണ് ആവശ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പാലുള്ള തേങ്ങ തന്നെ എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. എന്നാലേ അധികം പാല് കിട്ടുള്ളൂ. അപ്പോൾ ഒരിക്കലും വെള്ളം ചേർക്കരുത് കേട്ടോ. കാരണം വെള്ളം ചേർത്താൽ നമ്മളിത് പെട്ടെന്ന് ഇത് കേടന്ന് പോകും. ഈ ഒരു സംഭവം നമുക്ക് അധികം എടുത്ത് വെക്കാനൊന്നും പറ്റില്ല. അപ്പോൾ കേടന്ന് തന്നെ പോകും. അപ്പോൾ ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത ശേഷം നമുക്കിത് എത്ര പാലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെങ്ങാണ്ട് ഇത് വെളിച്ചെണ്ണ ആക്കിയൊന്ന് മാറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിക്കും വെളിച്ചെണ്ണ, അപ്പോൾ ആട്ടണ വെളിച്ചെണ്ണ പോരേന്ന്. അതായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇതാകുമ്പോൾ എന്താ പറയുക, ഒരു ക്രീമി രൂപത്തിൽ തന്നെ നമുക്ക് കിട്ടും ഈ ഒരു വെളിച്ചെണ്ണ. അപ്പോൾ ഈ ഡബിൾ ബോയിൽ എന്തിനാണ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ചൂടാക്കി കാച്ചുന്ന സമയത്ത് അതിന് പ്രത്യേക ഒരു മൂപ്പൊക്കെ ഉണ്ട്. അത് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഡയറക്റ്റായി ചട്ടി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഉമ്മമാർക്കൊക്കെ അറിയാമായിരിക്കില്ലേ ആ മൂപ്പ്. അങ്ങനെ അറിയുന്നവർക്കൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഡയറക്റ്റായി ചെയ്തെടുക്കാം കേട്ടോ. എനിക്കത് അറിയാത്തതുകൊണ്ടാണ് എങ്ങനെ ചെയ്യണത്. ഇങ്ങനെ ചെയ്യണോണ്ട് പ്രശ്നമൊന്നുമില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് നമ്മൾ നന്നായി തിളച്ച വെള്ളത്തിലിട്ടിട്ട് പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇത് വെളിച്ചെണ്ണ ആകുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായി തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. അപ്പോൾ എന്തോ വെച്ചാലല്ലേ ഇതിങ്ങനെ അടി പിടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതാ നമ്മൾ വെളിച്ചെണ്ണ ആയി വരുന്നുണ്ട് കണ്ടോ. നല്ല ക്രീമി ആയിട്ടുള്ള വെളിച്ചെണ്ണ ആകുന്നുണ്ട്. നമുക്കാണെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിനി ഇത് ചൂടാറിയിട്ട് ഒരു ബോട്ടിലാക്കിയിട്ട് നമുക്കിത് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാം. നമുക്കെന്നിട്ട് രാത്രി കിടക്കുന്നതിന് മുൻപായിട്ടാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. നമ്മുടെ കൈയിൻ്റെ ഉള്ളിലും പുറനടിയിലൊക്കെ ഇത് കുറച്ചിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ കൈ കണ്ടില്ല, ഇപ്പോൾ ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഡിസംബർ മാസമാണ്. അപ്പോൾ ആദ്യമൊക്കെ നന്നായിട്ട് തൊലി പൊളിഞ്ഞ് വന്ന ആളായിരുന്നു. ഇപ്പോൾ കണ്ടിൻ്റെ കയ്യിനൊരു കുഴപ്പമില്ല, നല്ല ഫ്രഷ് കൈയായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തന്നെ ഭയങ്കര ഇതാണ് കേട്ടോ. കാരണം മറ്റേ ഡിസംബർ ആകുമെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇങ്ങനെ തൊലി പൊളിഞ്ഞ് വന്നിട്ട് ഭയങ്കര മടിയാണ് നമുക്ക് ആൾക്കാരൊക്കെ ഇടയിൽ. ഇപ്പോൾ കൈയൊക്കെ കാണിക്കുമ്പോഴൊക്കെ ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ ഏതെല്ലാം ആ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
ഓക്കെ, താങ്ക് യു.